യെസ്, ചെട്ടിനാട് ടൈൽസ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടൈലാണ് ചെട്ടിനാട് ടൈല്. ഈ കാണുന്നതാണ് ചെട്ടിനാട് ടൈല്. ചെട്ടിനാടിലെ ടൈല് എന്താണ് ചെട്ടിനാട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 20 വർഷം മുമ്പ് ഞാൻ ചെട്ടിനാട് പോയതാണ് ആ ടൈൽ എടുക്കാൻ വേണ്ടി. അന്ന് മുതലൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെട്ടിനാട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. അവിടെ ഉള്ളവരാണ് ആദ്യമായിട്ട് സിമെന്റ് കണ്ടുപിടിച്ചത്. ചെട്ടിനാട് സിമെന്റ് എന്ന് കണ്ടല്ലേ, സിമെന്റ് കണ്ടുപിടിച്ചത്. അതുവരെ രാജകൊട്ടാരങ്ങളൊക്കെ പണിത് വലിയ കരിങ്കല്ലുകൊണ്ട് പണിത. സിമെന്റ് വന്നപ്പോഴാണ് സിമെന്റ് കൊണ്ട് പണിയുക, അതുമ്പോൾ പൂക്കളുടെ പടക്കം വരയ്ക്കുക. അങ്ങനെ ഭയങ്കര ട്രെൻഡായിട്ട് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും സിമെന്റ് പോലെയുള്ള വലിയ വലിയ രാജകൊട്ടാരങ്ങൾ വന്നു. ഞാൻ പറയുന്നത് 200-300 വർഷം മുമ്പാണ് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരങ്ങൾ അങ്ങനെ മൊത്തം രാജസ്ഥാനിലൊക്കെ പണിതു. അങ്ങനെ ഇവരൊക്കെ ലോങ്, അതായത് ബാലിയിൽ, ഇന്തോനേഷ്യയിൽ, ചൈനയിൽ ഒക്കെ ഇവർ പോയിട്ട് 1000 ആൾക്കാർ വെച്ച് കപ്പലിൽ പോയിട്ട് അവിടെയൊക്കെ സിമെന്റ് കൊണ്ട് വലിയ 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 പാലസുകൾ പണിതു. നിങ്ങൾ ആ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അവിടെ ബാലി ഒക്കെ ഉണ്ട്, ഇവരെ ആൾക്കാരും ഉണ്ട്, ചെട്ടിനാടും ഉണ്ട്. അവിടെയൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അന്ന് ഈ സിമെന്റ് കൊണ്ട് പണിയുമ്പോൾ സിമെന്റും കൊണ്ട് ടൈലാണ് അവർ നിർമ്മിച്ച മെത്തേഡാണ് ഇന്ന് കാണുന്ന ടൈല്. നിങ്ങൾ ചെട്ടിനാട് ടൈലിനെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് ആദ്യമായിട്ട് സിമെന്റ് കണ്ടുപിടിച്ചത്. അവരാണ് ഈ ടൈലും കണ്ടുപിടിച്ചത്. ഈ പൂക്കളുള്ള ടൈലുകളാണ് രാജകൊട്ടാരത്തിൽ വിരിക്കാൻ വേണ്ടിയുള്ള ഡിസൈനാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവർ മെത്തേഡ് ഓഫ് സിസ്റ്റം പഴയ ടെക്നോളജിയാണ്. അത് വെറും ടൈൽ വെച്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ സിമെന്റും ക്വാളിറ്റിയും വെച്ച് അതെല്ലാം അടന്ന് പോകും. ജോയിന്റ് ഒക്കാത്തതുകൊണ്ട് നിങ്ങൾ അത് വിരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഓരോ ഷോപ്പിലും ചെട്ടിനാട് നിന്ന് ഡയറക്റ്റ് വന്ന് ടൈൽ വെക്കില്ല. അത് ലോക്കൽ ഒരു വീടിൻ്റെ പറമ്പിലിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അത് പ്രാക്ടിക്കൽ ആവില്ല. അതൊരു റീസെയിൽ പ്രൊഡക്റ്റ് അല്ല. അത് ഭംഗിക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് ഉപകാരപ്പെടുന്നതല്ല. ആരൊക്കെ വിരിച്ചിട്ടുണ്ടോ ചെട്ടിനാട് നിന്ന് കേരളത്തിൽ ആ കഴുക്കിരുന്ന് വൃത്തികേടായിട്ട് അതിൻ്റെ മുകളിൽ പശ തേച്ച് പുതിയ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെട്ടിനാട് പോയി ടൈൽ എടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം. ഇതിന് പകരം വന്നിരിക്കുന്ന ടൈലാണ് സിംബോളുടെ എന്തോ ഭംഗി. ചെട്ടിനാട് മാറി നിൽക്കുന്ന ഹൈ ക്വാളിറ്റി വെട്ടർ ടൈലില് ഈ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയോ. ഇതൊരു പ്രിന്റ് അല്ല, ഇതിൽ ഉരുക്കി ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വില കൂടുതലാണ്. ഇതിൽ ഉരുക്കി ഒഴിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം നിങ്ങളുടെ വീട് നശിച്ചു പോയാലും ഈ ടൈൽ ഒരിക്കലും നശിക്കില്ല. അത്ര മനോഹരമായിട്ടുള്ള ചെട്ടിനാട് ടൈലാണ്. നിങ്ങൾ ഈസി അല്ല ഈ ടൈൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എല്ലാ കമ്പനിയും ഉണ്ടാക്കും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ടൈൽ ഉണ്ടാക്കാൻ. ഇതിൻ്റെ മുകളിലുള്ള കോട്ടിങ് ഉരുക്കി ഒഴിക്കുന്നതാണ്. ഒരിക്കലും പ്രിന്റ് അല്ല. നിങ്ങൾ മനസ്സിലാക്കുക. അത്ര അതിമനോഹരമായിട്ടുള്ള ടൈലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൈലുകൾ നിങ്ങളുടെ വീടുകളിൽ വിരിക്കും. കേരള സ്റ്റൈലിൽ തനിമയായിട്ടുള്ള ടൈലാണ്. അതിമനോഹരമായിട്ട് ടൈലാണ്. കാരണം ഈ ടൈൽസിന് ബോർഡർ ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ഇത് ചുറ്റും ഇതുമാതിരി ഈ ബോർഡറിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് ബോർഡറുകൾ. കണ്ട, നമുക്ക് ട്രഡീഷണൽ ലുക്ക്, നല്ല ഗ്രീൻ. കേരളക്കാരുടെ ഏറ്റവും ഇൻട്രസ്റ്റബിൾ ആയിട്ടുള്ള ഗ്രീൻ കളറാണ്. നോക്ക് എന്താ ഭംഗി. ടെറാക്കോട്ട കളർ, കേരളക്കാരുടെ ഏറ്റവും ടേസ്റ്റുള്ള ടെറാക്കോട്ട. യെല്ലോ, ഗ്രീൻ എല്ലാം നല്ല അടിപൊളിയാണ്. നോക്ക് ഈ പിക്ചർ നോക്കി. നമുക്കിങ്ങനെ ബോർഡറായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഈ ടൈലായിട്ട് വിരിക്കാം. കണ്ട, ബോർഡറും ടൈലായിട്ട് നമുക്ക് വിരിക്കാം. കണ്ട, ഇതാണ് അകത്തിട്ടിരിക്കുന്ന ടൈല്. ഇത് കണ്ട, ഇത് ബോർഡർ. നോക്കൂ എത്ര പെർഫെക്റ്റ്. നോക്കൂ എന്ത് മനോഹരമാണ് ഈ ടൈൽസിൻ്റെ. നിങ്ങൾ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ടൈൽസിൻ്റെ കണ്ട, ഇവിടെ മാറ്റ്, ഇവിടെ ഗ്ലോസി, അങ്ങനെ പല ഫീലിംഗ് ഇതിലുണ്ട് കേട്ടോ. ഇവിടെ ഗ്ലോസി ആയിട്ട് നമുക്ക് ചെറിയായിട്ട് സ്പാർക്കിൾ ഉണ്ട്, ഇവിടെ ഫീലിംഗ് ഉണ്ട്. പല രീതിയിലുള്ള ടൈലുകളാണ്. ഇതിൻ്റെ ഭംഗി വളരെ ഇതാണ്. ഇതിനെ പറയുന്നത് ടൈനി ടൈൽസ്. എന്തോ ഭംഗി. നോക്കുക, ഇത് ബ്ലൂ കളർ. വാ, ഇതുമാതിരി ബോർഡർ സിസ്റ്റം വരുന്നുണ്ട്. ഇത് നല്ല രസകരമായിട്ട് വീടുകളിൽ വിരിക്കാം. നല്ല ഭംഗിയാണ്, കണ്ണിന് കുളിർമയാണ്, നല്ലൊരു ഹാപ്പി മൂഡാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ. നമ്മൾ പഴയ മാർബിൾ ഷെയ്ഡും പോളിഷിങ്ങും ഒക്കെ ഇപ്പോൾ ഔട്ടായി തുടങ്ങി. ഇങ്ങനത്തെ ട്രഡീഷണൽ ടൈലിനോട് ഡിമാൻഡ് കൂടുതൽ. യൂറോപ്യൻസ് ഇങ്ങനത്തെ ചെറിയ ടൈലാണ് അവർ വിരിക്കാറ്. വലിയ ടൈലുകൾ അവർ വിരിക്കില്ല. അപ്പോൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ചെറിയൊരു ടൈലുകൾ വിരിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഭംഗികൾ നമുക്ക് ആ ടൈലിലുണ്ട്. നോക്കിയേ എന്താ ഭംഗി. ഇതും യെല്ലോ ഡിസൈൻ, ടെറാക്കോട്ട കളറ്, ഗ്രീൻ കളറ്, ജയ്സാൽമീർ കളർ. ഇത് ജയ്സാൽമീർ കളറിനാണ് പറയണ്ടേ. ഈ കളർ നല്ല ഇതാണ്, ഭംഗിയാണ്. ഇത് യെല്ലോ അല്ല, ജയ്സാൽമീർ. നമ്മുടെ രാജസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കളറാണ് മാർബിളിൽ. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് പോകുന്നതാണ് ഈ മാർബിൾ ജയ്സാൽമീർ. കിട്ടാനില്ല. എത്ര ക്വാണ്ടിറ്റിക്ക് ഓർഡർ ഉണ്ട് ജയ്സാൽമീർ. ഈ കളറാണ് കോട്ടർ സ്റ്റോൺ. നോക്കി, ഇത് രാജസ്ഥാനിൽ ഏറ്റവും, നിങ്ങൾ മനസ്സിലായി, ഈ കോട്ടർ സ്റ്റോൺ പ്രൊഡക്ഷൻ 20,000 ഫാക്ടറി ഉണ്ട് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ പോയിട്ടുള്ളതാണ്. ഈ കോട്ട കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോർട്ടുള്ള കളർ. ആ കോട്ട കളറിൻ്റെ രീതിയിൽ നമുക്ക് ഈ ടൈല് വന്നിരിക്കുകയാണ്. അപ്പോൾ കോട്ടയുടെ ഡിമാൻഡ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ടെറാക്കോട്ടയുടെ മനസ്സിലായി. ടെറാക്കോട്ട കേരളക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇവിടെ ഫ്ലോറ്, റൂഫിങ്, ടൈലൊക്കെ ടെറാക്കോട്ട കളറായിരുന്നു. അപ്പോൾ മൂന്ന് ഡിഫറൻസ് പൾസുള്ള കളർ, അത് പ്രകൃതിക്ക് ഇണങ്ങിയ കളറിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കളറിലൊക്കെ നിങ്ങൾ മാറി വിരിക്കൂ. അതാണ് നമ്മുടെ പുതിയ ഒരു സ്റ്റൈലിലേക്ക് മാറേണ്ടത്. ഇനി നോക്കിയേ, ഈ ടൈൽ നോക്കിയാൽ നിങ്ങൾ, വാ നോക്കിയേ, ബ്ലൂ കളർ, നല്ല ഫാൻസി കളർ. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, കോഫി ഷോപ്പൊക്കെ വിരിക്കാവുന്ന അതിഗംഭീരമായിട്ടുള്ള ടൈലുകൾ. നോക്ക്,
ഇതിൽ ഭയങ്കര ഇതിൻ്റെ അകത്ത് ബോർഡർ കാര്യങ്ങളൊക്കെ എഫക്റ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഇത് ഗ്ലോസി അല്ല, ഇത് ഗ്ലോസിയാണ്, ഇത് മാറ്റാണ്, ഇത് വേറെ സർഫസാണ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് തന്നെ പല സർഫസിന് പല മെഷീൻ വേണം. അപ്പോൾ അതനുസരിച്ച് ഭംഗി കൂടണം. അല്ല നമ്മളൊരു ചെറിയ പ്രിൻറ്റ് ചെയ്ത് ടൈൽ തരുന്നതല്ല. ഇത് അതിനുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ട്. ഇതിനുണ്ട് ഇവിടെ ഗ്ലോസിയാണ്, കണ്ട ഇവിടെ ഗ്ലോസിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈലുകൾ തൊട്ട് മനസ്സിലാക്കണ്ട ഇത് മാറ്റാണ്. അതൊക്കെ അനുസരിച്ച് ഭയങ്കര ഫീലിംഗാണ് അതിൽ. പല പല ഡിഫറൻസ് പഞ്ചും ഡിഫറെൻറ്റ് ഫീലിങ്ങും ടച്ച് ഫീലിംഗ് ഒക്കെ മാറിയിരിക്കുകയാണ്. അതനുസരിച്ച് കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈലുകൾ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് എത്ര വിലയാണ് ഞങ്ങൾക്ക് വാങ്ങിക്കണം, എത്ര വില എന്നല്ല ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വിലയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ടൈൽസിന് നിങ്ങൾക്ക് ഒരു പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ ആണ് ഒരു പീസിൻ്റെ സൈസ്. ഈ പീസിന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8.5 mm തിക്നെസ് ആണ്. ഇതിൻ്റെ വില എന്ന് പറയുന്ന പീസിന് 122 രൂപയാണ്. ഏകദേശം സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ 300 രൂപ വരും സ്ക്വയർ ഫീറ്റ്. ഏകദേശം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 300 രൂപ വരുമ്പോൾ അപ്പോൾ നിങ്ങൾ 300 രൂപ ഇതിന് വില എന്ന് വയ്ക്കും. ഇത് നിങ്ങൾക്ക് 50 രൂപയ്ക്കും കിട്ടും. ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടാവില്ല, 50 രൂപയ്ക്ക് മാർക്കറ്റിലുണ്ട്. ഈ സൈസല്ല, കുറച്ച് വലിയ സൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളും വിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ക്വാളിറ്റി ആയിരിക്കില്ല, അത് വെറും നോട്ടീസ് പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ ഉരുക്കി ഒഴിച്ചു തരും. അതിനുള്ള പ്രൈസ് അവർ കൊടുക്കണം. ഇത് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. സിംബോളോ എന്ന് പറഞ്ഞ കമ്പനി ഒരു ദിവസം കൊണ്ട് ഇറക്കുന്നതല്ല. കണ്ടമാനം റിസർച്ച് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയാണ്. മറ്റുള്ള കമ്പനിക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഡിസൈനും ക്വാളിറ്റിയും വർക്കും അതെല്ലാം. അപ്പോൾ അതിനുള്ള പ്രൈസ് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ടൈൽ കിട്ടുള്ളൂ.